Hi friends, welcome back to another episode of Kalashala. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഒരു ക്ലേ മോൾഡിംഗ് ടൂൾസിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനിത് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒമേജിയ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇതൊരു 140 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 5 ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഷേപ്പിനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. നമ്പേഴ്സിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ മേടിച്ചത് 5 എണ്ണം ഉള്ളതാണ്. അതുകൂടാതെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 9 എണ്ണം ഉള്ളത് 24 അതിൻ്റെ അത്രയും നമ്പേഴ്സുള്ള ടൂൾ കിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവർ ആമസോണിൻ്റെ അത് കയറി നോക്കുക. ഐഡിയാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന ടൂൾ ഇന്ന ഇതിന് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഐഡിയാസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 എൻഡിലും 2 ഷേപ്പാണുള്ളത്. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഓരോ ടൂളായിട്ട് നോക്കാം. ഈ ഒരു ടൂൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ 2 സൈഡിലുള്ള 2 ഇതായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡെന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിൻ്റെ എൻഡ് പോലെയും ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നൊരു സ്ക്വയർ ഷേപ്പ് വന്നിട്ട് ഇച്ചിരി പരന്ന ഒരു ഷേപ്പിനുമാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഷേപ്പൊക്കെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലേ ഒന്ന് പരത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇത് ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. ഒരു ഭംഗിയുള്ള ഫ്ലവറിൻ്റെ ഷേപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വേറൊരു യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഹോൾസ് പല സൈസിലുള്ള ഹോൾസ് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ പാറ്റേൺസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ ഷേപ്പൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു സ്ട്രോബെറി ചെയ്ത് നോക്കാം. അടുത്ത ടൂൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഇടിച്ചുള്ള ടൂളുണ്ട്. പിന്നെ ഇപ്പർ സൈഡ് എന്ന് പറയുന്നത് കുറച്ച് കർവായിട്ടുള്ളൊരു പോർഷനാണ്. ഈ ഷാർപ്പ് എഡ്ജ് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കർവായിട്ടുള്ള ഷേപ്പ് വെച്ചിട്ട് ഞാനൊരു പൂ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആ കർവ് എൻഡ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്ത ഫ്ലവറാണിത് കേട്ടോ. പിന്നെ ഈ കർവ് എൻഡ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഇതൊന്ന് എൻ്റെ പോർഷൻ ഒന്ന് എലിവേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഷാർപ്പായിട്ടുള്ള എഡ്ജ് യൂസ് ചെയ്തിട്ട് ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം. ആ കർവൻഡ് യൂസ് ചെയ്തിട്ട് സ്ട്രോബെറിയിൽ ചെറിയ പാറ്റേൺസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ഷാർപ്പ് എൻഡ് യൂസ് ചെയ്തിട്ട് ആ ലീഫിൻ്റെ പോർഷൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് കുറച്ച് കർവഡാണ്, ഒരു ഹൂക്ക് പോലെ ആയിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എൻഡ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉള്ള ഇതുപോലെ ആയിരിക്കുന്നത്. ഈ കൂർത്ത പോർഷൻ വെച്ചിട്ട് ഹോൾ ഇടാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഹോൾ ഇട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പാറ്റേൺസ് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഹോൾസ് ചെയ്യാൻ പറ്റും. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ ടൂൾ യൂസ് ചെയ്ത് ഹെയർ ഒക്കെ ചെയ്യാം. ഇതുപോലെ ലൈൻസ് ഒക്കെ ഇടാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ടൂൾ വെച്ചിട്ട്. ഈ ഹൂക്ക് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോർഷനൊക്കെ എലിവേറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റും.
ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഐഡിയാസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാം. അടുത്ത ടൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കർവഡ് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ഇതുപോലത്തെ പാറ്റേൺ ഉള്ള ഒരു ഷേപ്പാണ്. കണ്ടോ? ഇതൊന്ന് ഷെല്ലിൻ്റെ ഷേപ്പാക്കി നോക്കാം. അപ്പം ഞാനിവിടെ സ്പീഡിനാണ് ചെയ്യുന്നത്, അപ്പോൾ വലിയ പെർഫെക്ഷനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഐഡിയാസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഷേപ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. താഴോട്ടൊരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡിസൈൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം വെച്ച്. ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കിട്ടുന്നത് കേട്ടോ. എന്തെങ്കിലും പാറ്റേൺസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ റൗണ്ട് ഷേപ്പില്ലേ, ആ റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ ഇതളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഫ്ലവർ പോലെ കിട്ടും. ഈ ഫ്ലവറിൻ്റെ അകത്തുള്ള ലൈൻസ് നമുക്കിത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ക്ലേ ആർട്ടിൽ നമ്മൾ പല ടൈപ്പ് ടൂൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ ഐഡിയാസ് അനുസരിച്ച് വേണം ചെയ്യാൻ. അടുത്ത ടൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കർവഡ് ആയിട്ടുള്ള ഷേപ്പുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു ഡിസൈനുണ്ട്. കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ഡിസൈനാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് എനിക്ക് തോന്നുന്ന എഡ്ജസൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഫ്ലവറിൻ്റെ എഡ്ജസ് ഒന്ന് ശരിയാക്കി നോക്കാം. ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ ഇത് യൂസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇത് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാറ്റേണാണ് കിട്ടുന്നത് കേട്ടോ. ഇതൊരു ഫിഷിൻ്റെ ടെയിലായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ പാറ്റേൺ ഇതിലോട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു പാറ്റേണാണ് കിട്ടുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇനി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ യൂസസ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.